നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ ഒന്നാം സ്ഥാനം തേടി ഇറങ്ങുകയാണ്. റയൽ മാഡ്രിഡ് ഇന്നലെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇന്ന് റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ബാഴ്സയ്ക്ക് ലാലിഗയിൽ ഒന്നാം സ്ഥാനം പിടിക്കാം. കഴിഞ്ഞ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നല്ലോ, റയലിൻ്റെ കുതിപ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, റയൽ മികച്ച ടീമാണ്, മികച്ച പോക്ക് പോകുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞ തവണയും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. കഴിഞ്ഞ തവണയും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് ബാഴ്സ ഒപ്പം പിടിക്കുകയും അതിനെ മറികടക്കുകയും കിരീടം കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ. അതേ സീനുകളൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് റയൽ സോസിഡാഡുമായിട്ട് രാത്രി 10 മണിക്കാണ് ബാഴ്സ കളിക്കാനിറങ്ങുന്നത്. ആ മത്സരത്തിനുള്ള ബാഴ്സയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട ചില താരങ്ങൾ, അത് റാഫീഞ്ഞയുടെ പരിക്ക്, അതുപോലെ ജോയൻ ഗാർഷ്യയുടെ പരിക്ക്, ഗാവിയുടെ പരിക്ക്, ഇവരൊന്നും സ്ക്വാഡിലില്ലെങ്കിലും ഇതാ ഒരു സൂപ്പർ താരം മടങ്ങിയെത്തുന്നു. മറ്റാരുമല്ല, ലമീൻ യമാൽ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ബാഴ്സലോണയുടെ ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗോൾ കീപ്പർമാരായിട്ട് ഷെസ്നി, കൊച്ചൻ, ഏദർ അലർ എന്നിവരാണുള്ളത്. ഡിഫൻസിൽ റൊണാൾഡോ അറൗഹോ, കുബാസി, ക്രിസ്ത്യൻസൻ, ജെറാഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്ക്, ജോഫ്രെ എന്നിവരുണ്ട്. മധ്യനിരയിൽ പെഡ്രി, കസാഡോ, ഒൽമോ, ഫ്രങ്കി ഡിയോങ്, ബെർണാൽ, ദ്രോ എന്നിവരാണുള്ളത്. മുന്നേറ്റത്തിൽ ഫെഡാന്, ലെവൻഡോസ്കി, ലമീൻ യമാൽ, റാഷ്ഫോർഡ്, റൂണി, ടോണി ഫെർണാണ്ടസ് എന്നിവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആരൊക്കെയായിരിക്കും ബാഴ്സയുടെ ആദ്യ 11 എന്ന ചോദ്യമുണ്ട്. ഗോൾ കീപ്പറായിട്ട് ഷെസ്നി എത്തും. ഷെസ്നി കഴിഞ്ഞ തവണ അദ്ദേഹം സീസണിൻ്റെ 2ാം പകുതിയിൽ ഗോൾ കീപ്പറായി അങ്ങ് നിന്നിട്ട് ബാഴ്സലോണ തുടരെ വിജയങ്ങൾ കൊയ്തിട്ടൊടുവിൽ കിരീടങ്ങൾ വാരിക്കൂട്ടുന്നത് കണ്ടു. അതുപോലെ ഷെസ്നി വീണ്ടും ഗോൾ കീപ്പറായിട്ടെത്തും. കൂണ്ടെ, അറൗഹോ, കുബാസി, ജെറാഡ് മാർട്ടിൻ എന്നിവരെ മധ്യനിരയിൽ പ്രതീക്ഷിക്കാം, ഡിഫൻസിൽ പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ ഡിയോങ്ങും പെഡ്രിയും ഒൽമോയും ഉണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ ലമീൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഷ്ഫോർഡുമായിരിക്കും. ഏതായാലും വിജയിക്കുക, ഒന്നാം സ്ഥാനം പിടിക്കുക, അതാണെന്ന് ബാഴ്സയുടെ ലക്ഷ്യം. സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.